ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ ഒരു അപ്ഡേറ്റാണ്. എന്താ പറയുക, മൊത്തം ഗമ കളിക്കലാണ്. അതായത് ഈ അശ്വിൻ ഗോക്ക് നാട് വിട്ടോ എന്നാണ് ഇപ്പോൾ സംശയം. കാരണം സർവമായ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ പോലെ കണ്ടില്ല. അപ്പം തന്നെ മനസ്സിലാക്കാം പുള്ളി റിവ്യൂ വെച്ചിട്ട് ജീവിക്കണത്. റിവ്യൂ ആണ് ഫുള്ള പേയ്മെൻറ്റ്. റിവ്യൂ വെച്ചാണ്. പക്ഷേ അശ്വിൻ ഗോക്ക് ഒളിവിലാണോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. അതായത് റിവ്യൂ ബോംബിംഗ് ഒക്കെ നടത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കൊണ്ടാണ്. അതായത് ദിലീപ് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമായിട്ട് ബബ്ബേൻ്റെ ഇതിൽ പറഞ്ഞായിരുന്നു. അതായത് ഒരു സിനിമ ഒരു നായകൻ്റെ അല്ല, എല്ലാവരുടെയും കൂടി ഒരു സിനിമയാണ്. നമുക്കത് പറയാം, നമുക്ക് പൊട്ടപ്പഴമെങ്കിൽ പൊട്ടെന്ന് പറയാം, വിമർശിക്കാം. അത് വലിച്ചു കീറുമ്പോൾ മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, സിനിമയെ വലിച്ചു കീറാൻ ആർക്കും ഒരു അവകാശമില്ല. നമുക്ക് പറയാം സിനിമ പോരാ, സിനിമ ഒരു ആവറേജാണ്, കച്ചറപ്പടം, പൊട്ടപ്പടം ഇങ്ങനെ പറയാം. അല്ലാണ്ട് ആ ക്യാരക്ടർ എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അവന് കിട്ടുള്ളൂ. ഈ ബബ്ബേൻ്റെ അശ്വിൻ ചെയ്ത ഒരു റിവ്യൂവിൽ 1 മില്യനെ കയറിയേക്കണത്. അപ്പം അത് ഒരു മാർക്കറ്റിങ്ങും അതായത് എനിക്ക് ഒന്നുകൂടി വൈറലാവണം, എൻ്റെ വീഡിയോ ഒന്നുകൂടി ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ പുള്ളി കളിച്ചതാണ്. എന്തോ ഒരു പോസിറ്റീവ് പറയായിരുന്നു പുള്ളിക്ക്, ഡയറക്ഷൻ പറയായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓക്കെ, സ്ക്രിപ്റ്റ് ഒന്നുമില്ല, ഡയറക്ഷൻ പറയായിരുന്നു. ഇനി ഈ പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടറിൻ്റെ ഒരു വന്നു പോകണമല്ല. അതായത് ഈ പറഞ്ഞ പോലെ ഒത്തിരി കഥാപാത്രം, ഒത്തിരി അഭിനയിച്ച നടന്മാരുണ്ടായില്ല. ഇതൊന്നും പറയാതെ ഫസ്റ്റ് തന്നെ പുള്ളി ഒരു വിഗും മേടിച്ച് വെച്ച് അത് കാണാൻ വേണ്ടി കുറേ എന്താ പറയുക സബ്സ്ക്രൈബർ, കുറേ ഗമ ടീം, ഞാൻ അങ്ങനെ പറയുള്ളൂ. അതും കഴിഞ്ഞിട്ട് ദിലീപ് ഈ 2 ദിവസം മുമ്പുള്ള ഒരു ദിലീപേട്ടെന്ന് വിളിക്കില്ല, ദിലീപ് എന്ന് വിളിക്കോളെ, ദിലീപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞു. അത് അതിനെയും ട്രോളിനാണ്. അത് പുള്ളി പറഞ്ഞത് എന്താ പറഞ്ഞത്, 150 രൂപ കൊടുത്ത് സിനിമ കാണുന്ന ആർക്ക് വേണമെങ്കിൽ പടത്തെ ഒരു റിവ്യൂ എന്താ പറയുക, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. ആ ക്യാരക്ടർ എടുത്ത് ചെയ്യുമ്പോഴല്ലേ ഇതാവുള്ളത്. ഇപ്പോൾ ഈ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവം ചെയ്യണത്, ഇതിൻ്റെ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഒരു വന്നത്. പക്ഷേ ബബ്ബേക്ക് ഹിറ്റായി. ഞാൻ പറഞ്ഞില്ലേ, ബബ്ബേക്ക് ഹിറ്റായി. ഞാനും കാരണങ്ങൾ കണ്ടെത്തി. അത് എനിക്ക് എൻ്റെ നാവ് കൊണ്ട് അത് മോശം ഒരു റിവ്യൂ പറയിപ്പിക്കാൻ എന്നെക്കൊണ്ട് ഞാൻ കരുതി അത് എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നി ബബ്ബ. പക്ഷേ ബബ്ബ സിനിമ എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ അശ്വിൻ ഗോക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും പുള്ളിയുടെ വീഡിയോസൊക്കെ ചിലതൊക്കെ റിവ്യൂസൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. എനിക്ക് ചില വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ഞാനത് പൊക്കി പറയണല്ല. പക്ഷേ വലിച്ചു കീറാണ്ട് അശ്വിൻ ഗോക്കിന് നല്ലൊരു റിവ്യൂ ഇട്ടാൽ പോരെ. ക്യാരക്ടറിൽ തന്നെ നമ്മൾ ട്രോളാതെ തന്നെ പുള്ളിക്ക് അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് കിട്ടും. പക്ഷേ അരി മേടിക്കണ്ടേ, വീട്ടിൽ അരി മേടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ. അതാണ് പറഞ്ഞത്. കുറേ പേരിങ്ങനെ അരി മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയിരിക്കും, എന്നിട്ട് പിടിച്ചോണ്ട് പോകും. ഇപ്പം ബബ്ബേനാണ് ഇപ്പോൾ ട്രോളണത്. അരി മേടിക്കണ്ടേ, ബബ്ബ അരി മേടിച്ച് ബബ്ബ ഒരു ഇതായി. പിന്നെ അശ്വിൻ ഗോക്കിനെ കാണാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അശ്വിൻ ഗോക്ക് എവിടെ പോയി, ഞാൻ ആരെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുത്താൽ അപ്പോൾ അവത്തിനൊന്നും ചെയ്യരുതല്ല. എന്താ പറയുക, ജസ്റ്റൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം യൂട്യൂബിൽ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് അശ്വിൻ ഗോക്കിനെ ട്രോളി എനിക്ക് ഇതാക്കാൻ വേണ്ടിയല്ല. അശ്വിൻ ഗോക്കിനെ കണ്ടില്ല, കാരണം നീമ്പോളിൻ്റെ പടം വന്നപ്പോൾ പുള്ളി ഞാൻ വിചാരിച്ച് പോസിറ്റീവ് റിവ്യൂ ആയിട്ട് വരുന്നു. പക്ഷേ അശ്വിൻ ഗോക്ക് ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് വീഡിയോ ഇട്ടത് ശ്രീനിവാസൻ്റെ ഒരു ദ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടത്. പിന്നെ അതിന് ശേഷം കണ്ടിട്ടില്ല. അശ്വിൻ ഗോക്കെ നീ എത്രയും പെട്ടെന്ന് വരണം. പിന്നെ അടുത്ത ഗമ നമുക്ക് അശ്വിൻ ഗോക്കിൻ്റെ വെയിറ്റ് ചെയ്യാം.